നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ. ലീഫ്ടെക് മെഡിലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മീനച്ചിലാറിന്റെ തീരത്തേക്കാണ് ഈ ചെറിയ യാത്ര. കാരണം ഇത്രയും അടുത്തുണ്ടായിട്ടും ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നില്ല. കേട്ടപ്പോൾ അവിടെയൊന്ന് പോകണം എന്ന് തോന്നി. അതാണ് ഈ യാത്ര. കേരളത്തിലെ മീനച്ചിൽ നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലമാണ് ചെത്തിക്കുളം മീനച്ചിലാർ റിവർ വ്യൂ പോയിന്റ്. മീനച്ചിൽ നദി എന്ന പേര് ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിൽ വേരൂന്നിയ ചരിത്രപരവും സാംസ്കാരികവും പദോൽപത്തിപരവുമായ പ്രാധാന്യം വഹിക്കുന്നു. കേരളത്തിലെ കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന ഈ നദി പ്രാദേശിക ജീവിതത്തിന്റെ കേന്ദ്രഭാഗമാണ്. മാത്രമല്ല ജില്ലയിലെ പ്രധാന പട്ടണങ്ങളുടെ സമീപത്തുകൂടിയാണ് ഒഴുകുന്നത്. പ്രദേശത്തിന്റെ ഉപജീവന മാർഗങ്ങളും പാരമ്പര്യങ്ങളും നാടോടിക്കഥകളും മീനച്ചിൽ നദി എന്ന പേരിന് പിന്നിലെ ചരിത്രവും എല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ നദിയുടെ പേരിന്റെ പദോൽപത്തി മീൻ എന്നാൽ മത്സ്യം എന്നും അച്ചിൽ എന്നാൽ അരുവി അല്ലെങ്കിൽ നദി എന്നുമാണ് അർത്ഥം. ഈ രണ്ട് മലയാള വാക്കുകളിൽ നിന്നാണ് മീനച്ചിൽ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. മത്സ്യബന്ധനത്തെ പ്രാഥമിക ഉപജീവന മാർഗമായി ആശ്രയിക്കുന്ന പ്രാദേശിക സമൂഹങ്ങളുടെ ഉപജീവന സ്രോതസ്സെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന നദി ചരിത്രപരമായി മത്സ്യങ്ങളുടെ സമൃദ്ധിക്ക് പേര് കേട്ടതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഈ നദിയെ ചരിത്രപരമായി മീനച്ചിലാർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ആർ എന്നാൽ മലയാളത്തിൽ നദി എന്നാണ് അർത്ഥമാക്കുന്നത്. മീനച്ചിലാർ എന്ന സംയുക്ത രൂപം മത്സ്യം നിറഞ്ഞ നദിയെ അല്ലെങ്കിൽ അരുവിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നദിയുടെ പേരിന് മറ്റൊരു ചരിത്രപരവും പുരാണപരവുമായ വ്യാഖ്യാനം തമിഴ്നാട്ടിലെ മധുരയിലെ പ്രശസ്തമായ മീനാക്ഷി ക്ഷേത്രത്തിലെ ദേവതയായ മീനാക്ഷി ദേവിയുമായി നദിയെ ബന്ധിപ്പിക്കുന്നു. നദിക്ക് ദേവിയുടെ പേരായ മീനാക്ഷി എന്ന് നൽകുന്നതിൽ പ്രാദേശിക ഭരണാധികാരിക്ക് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം ദക്ഷിണേന്ത്യയിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന പാർവതി ദേവിയുടെ ഒരു രൂപമാണ് മീനാക്ഷി. എന്നാൽ പ്രാദേശിക നാടോടിക്കഥകൾ അനുസരിച്ച് ആദ്യകാല ചരിത്ര കാലഘട്ടത്തിൽ നദിക്ക് സമീപം മീനാക്ഷി ദേവിക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം സ്ഥാപിച്ചിരുന്നു. അതിനാൽ നദിയുമായി ഈ പ്രദേശത്തിന്റെ സാംസ്കാരികവും മതപരവുമായ ബന്ധം കൂടുതൽ ഉൾച്ചേർത്ത് ദേവിയുടെ പേരിൽ ഈ നദിക്ക് മീനച്ചിൽ എന്ന് പേരിട്ടു എന്നും ഒരു വിശ്വാസമുണ്ട്. കോട്ടയം മേഖലയുടെ ചരിത്രത്തിലുടനീളം മീനച്ചിൽ നദിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഫലഭൂയിഷ്ഠമായ സമതലങ്ങളിൽ ജലസേചനം നടത്തുന്നതിനാൽ കൃഷിയെ, പ്രത്യേകിച്ച് നെൽകൃഷിയെ പിന്തുണയ്ക്കുന്നതിൽ ഇന്നും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ ജലപാത, മത്സ്യത്തിന്റെ സമൃദ്ധി എന്നീ നിലകളിലും അതിന്റെ സാമ്പത്തിക പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. കൂടാതെ കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ പാരമ്പര്യങ്ങളിലും നദിക്ക് ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക പാട്ടുകളിലും കഥകളിലും ചരിത്ര വിവരണങ്ങളിലും ഇത് പതിവായി പരാമർശിക്കപ്പെടാറുണ്ട്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ തകഴി ശിവശങ്കരപിള്ളയുടെ കെയർ എന്ന നോവലാണ് മീനച്ചിൽ നദിയെ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രശസ്തമായ സാഹിത്യകൃതികളിൽ ഒന്ന്. മീനച്ചിൽ നദിക്കരയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവും കാലവും ഈ നോവൽ രേഖപ്പെടുത്തുന്നു. ചരിത്രത്തിലൂടെ പിന്നോട്ട് പോകുമ്പോൾ ഈ നദിക്ക് ചുറ്റുമുള്ള പ്രദേശം ഒരിക്കൽ നിയന്ത്രിച്ചിരുന്ന രാജവംശമായ മീനച്ചിൽ കർത്താക്കൾക്കായിരുന്നു എന്നും ഈ നദി അവർക്ക് വളരെ നിർണായകമായിരുന്നു എന്നും ചരിത്രം. ഈ നദി പലപ്പോഴും ഈ രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അവർക്ക് ഈ നദീതട വ്യവസ്ഥയുമായി ശക്തമായ ബന്ധമുണ്ടായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. കർത്താക്കൾ ഈ നദിയെ ഗതാഗതത്തിനും വ്യാപാരത്തിനും കൃഷിക്കും ഉപയോഗിച്ചു. അങ്ങനെ ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ അതിന്റെ പേരും പ്രാധാന്യവും കൂടുതൽ ഉറപ്പിച്ചു. കാലക്രമേണ നദിയുടെ തീരത്ത് ഗ്രാമങ്ങളും പട്ടണങ്ങളും വികസിച്ചപ്പോൾ അതിൽ പലതും മീനച്ചിൽ നദിയുമായുള്ള ബന്ധം പ്രതിഫലിപ്പിക്കുന്ന പേരുകൾ സ്വീകരിച്ചു. അങ്ങനെ നദി ഈ വാസസ്ഥലങ്ങളുടെ ഒരു ജീവനാഡിയായി മാറി. ഇന്നും ഈ പേര് പ്രദേശത്തിന്റെ ഐഡന്റിറ്റിയുടെ പര്യായമായി നിലനിൽക്കുന്നു.
കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വ്യാപാരത്തിനും ഗതാഗതത്തിനുമുള്ള ഒരു പ്രധാന ജലപാതയായി മീനച്ചിൽ നദി പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലെ പ്രമുഖ നദികളിൽ ഒന്നായ മീനച്ചിൽ നദിയുടെ തീരത്തെ അധികമൊന്നും അറിയപ്പെടാത്ത ചെത്തിക്കുളം വ്യൂ പോയിന്റും അതിനടുത്തു നിന്നുമുള്ള കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രത്യേകതകൾ ഒന്നുമില്ലെങ്കിലും ഈ നദിയുടെയും ചുറ്റുമുള്ള ഹരിതാഭവും അതിമനോഹരവുമായ കാഴ്ചകളും ആരെയും മയക്കാൻ പോന്നതാണ്. മറ്റൊന്ന് ഏതാണ്ട് 200-ൽ അധികം വർഷങ്ങളുടെ പഴക്കമുള്ള നാട്ടുകാർ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാവു മുത്തശ്ശി എന്ന് വിളിക്കുന്ന ഒരു വലിയ കാട്ടുമാവാണ്. എന്നാൽ വേണ്ടത്ര പരിഗണനയോ സംരക്ഷണമോ അതിനു ഇനിയും കൊടുത്തിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ വ്യൂ പോയിന്റിലേക്കു റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ചെത്തിക്കുളം വ്യൂ പോയിന്റിലെ പ്രധാന ആകർഷണം മീനച്ചിൽ നദിയുടെ മനോഹരമായ കാഴ്ചയാണ്. തെങ്ങുകൾ, പച്ചപ്പുള്ള നെൽവയലുകൾ, ചെറിയ ഗ്രാമങ്ങൾ എന്നിവയെ തഴുകി തലോടിയാണ് ഈ നദി ഇതിലെ കടന്നു പോകുന്നത്. കവനാർ വളഞ്ഞാർ എന്നും ഈ നദി അറിയപ്പെടുന്നു. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, കനത്ത അടിയൊഴുക്കുകൾ എന്നിവയൊക്കെ ഈ നദിയിൽ സാധാരണമാണ്. 78 കിലോമീറ്റർ നീളമുള്ള മീനച്ചിലാർ ഉദ്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ വാഗംകുന്നുകളിൽ നിന്നുമാണ്. കോട്ടയം, ചിറ്റാർ, പൂഞ്ഞാർ, തീക്കോയി, ഈരാറ്റുപേട്ട, ഭരണങ്ങാനം, പാല, മുത്തോലി, ചേർപ്പുങ്കൽ തുടങ്ങിയ പട്ടണങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകി വേമ്പനാട്ട് കായലിലേക്കും അവിടെ നിന്നും പിന്നീട് അറബിക്കടലിൽ ചെന്നു ചേരുകയും ചെയ്യുന്നു. തിരക്കേറിയ നഗരപ്രദേശങ്ങളിൽ നിന്ന് സന്ദർശകർക്ക് സമാധാനപരമായ വിശ്രമം പ്രദാനം ചെയ്യുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചുറ്റുമുള്ള പ്രദേശങ്ങൾ സസ്യജാലങ്ങളാൽ സമ്പന്നമാണ്. ഇടതൂർന്ന പച്ചപ്പ് വ്യൂ പോയിന്റിന്റെ ഭംഗി കൂട്ടുന്നു. പ്രകൃതി സ്നേഹികൾക്കും വിശ്രമം ആഗ്രഹിക്കുന്നവർക്കും പ്രകൃതിദത്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശാന്തമായ ഈ അന്തരീക്ഷം ഇവിടം ഒരു മികച്ച സ്ഥലമാക്കി മാറ്റുന്നു. മറ്റൊരു കാര്യം, ചെത്തിക്കുളം വ്യൂ പോയിന്റിൽ നിന്ന് സന്ദർശകർക്ക് അതിമനോഹരമായ സൂര്യോദയവും അസ്തമയ കാഴ്ചകളും ആസ്വദിക്കാം. എന്നിരുന്നാലും നിർദ്ദിഷ്ട സീസണും ജലനിരപ്പും ഒക്കെ അടിസ്ഥാനമാക്കി ഈ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ വ്യത്യാസപ്പെടാം. ഈ ലൊക്കേഷന്റെ പ്രകൃതി ഭംഗി ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. ആകാശത്തിന്റെയും നദിയുടെയും ഭൂപ്രകൃതിയുടെയും വ്യത്യസ്ത നിറങ്ങൾ കേരളത്തിന്റെ സ്വാഭാവിക മനോഹാരിത പകർത്താൻ മികച്ച ഫ്രെയിമുകൾ പ്രദാനം ചെയ്യുന്നു. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള തണുപ്പുള്ള മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ കാലാവസ്ഥ സുഖകരമാണ്, നദി നിറഞ്ഞൊഴുകുന്നു, ഭൂപ്രകൃതിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ സീസൺ കേരളത്തിൽ കനത്ത മഴ പെയ്യുന്ന സമയമാണ്. ഇത് മാന്ത്രികവും സുഖകരവുമായ ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കും. എന്നിരുന്നാലും മഴക്കാലത്ത് മീനച്ചിൽ നദിയിൽ വെള്ളപ്പൊക്കം അനുഭവപ്പെടാം. ഇത് വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനത്തെ ബാധിച്ചേക്കാം. ഈ പ്രദേശം മുമ്പ് വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ തീവ്രമായ മൺസൂൺ സീസണുകളിൽ. സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലിനീകരണം മൂലം പല നദികളെയും പോലെ മീനച്ചിൽ നദിയും വെല്ലുവിളികൾ നേരിടുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനും നദിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പരിസ്ഥിതി സംഘടനകളും ശ്രമിക്കുന്നു. ചെത്തിക്കുളം മീനച്ചിലാർ റിവർ വ്യൂ പോയിന്റ് കേരളത്തിലെ നദീതീര ഭൂപ്രകൃതിയുടെ പ്രകൃതി ഭംഗി ഉയർത്തിക്കാട്ടുന്ന ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലമാണ്. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും മീനച്ചിൽ നദിയുടെ ശാന്തമായ സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് സമാധാനപരമായ വിശ്രമം പ്രദാനം ചെയ്യുന്നു. സാംസ്കാരിക പ്രാധാന്യവും ജൈവവൈവിധ്യവും അതിശയിപ്പിക്കുന്ന കാഴ്ചകളും കൊണ്ട് കോട്ടയം ജില്ലയിലെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. എന്നിരുന്നാലും ഈ മനോഹരമായ കാഴ്ചപ്പാടിലേക്കുള്ള യാത്ര പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് സന്ദർശകർ പാരിസ്ഥിതികവും കാലാനുസൃതവുമായ സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ കാണുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി അപ്പോൾ കാണുന്ന ഓപ്ഷനുകളിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു വയ്ക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്നുമുള്ള പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ യൂട്യൂബ് പോഡ്കാസ്റ്റിലും മറ്റ് പോഡ്കാസ്റ്റുകളിലും കേൾക്കാൻ കഴിയുന്നതാണ്. അതിനായി ലീഫ് ടെക് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. വിശദമായി വായിച്ചറിയാൻ ലീഫ് ടെക് ഇന്ത്യ ബ്ലോഗ് സ്പോട്ട് സന്ദർശിക്കുക. വീണ്ടും കാണാം. അതുവരെ ലീഫ് ടെക് മെഡിലൈഫ് സൈനിങ് ഓഫ്.